രണ്ടേക്കർ കൃഷിഭൂമി യാത്ര മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം. കനത്ത മഴയ്ക്ക് ഒടുവിൽ അല്പം ശമനം ലഭിച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും രണ്ടേക്കർ കൃഷിഭൂമിയിലേക്ക് എത്തി. ഇവിടെ ഇനി വെറുതെ നോക്കി നിൽക്കാനല്ല, ആദ്യ തൈകൾ മണ്ണിലിറക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 100 കൊക്കോ തൈകൾ നട്ടു തുടങ്ങുന്നു. അതോടൊപ്പം 100 കുരുമുളക് ചെടികളും നട്ടു വളർത്താനാണ് തീരുമാനം. പക്ഷേ കുരുമുളകിന് താങ്ങായി എന്തുപയോഗിക്കും? ഞങ്ങൾ തിരഞ്ഞെടുത്ത് ചീമക്കൊന്ന. നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലമായതിനാൽ കുരുമുളകിന് അനുയോജ്യമായ ഇനം തിരഞ്ഞെടുക്കുന്നതിലും ശ്രദ്ധ. അതിനായി ഞങ്ങൾ പന്നൂർ കുരുമുളക് ഇനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇടം തുടങ്ങുമ്പോൾ തൈകൾ വാങ്ങി നട്ടാൽ മാത്രം കാര്യം തീരുന്നില്ല. സ്ഥലത്തിന്റെ സ്വഭാവം, മണ്ണ് ലഭിക്കുന്ന വെയിൽ, വെള്ളത്തിന്റെ ലഭ്യത, താങ്ങുമരങ്ങൾ, ഭാവിയിലെ പരിപാലനം തുടങ്ങിയ പല കാര്യങ്ങളും കണക്കിലെടുക്കണം. ഇവിടെ നമ്മൾ ചെയ്യുന്നതും അതുതന്നെയാണ്. ഒറ്റ ദിവസം കൊണ്ട് 2 ഏക്കർ ഭൂമിയെ ഒരു സമ്പൂർണ്ണ കൃഷിയിടമാക്കാൻ കഴിയില്ല. കൃഷിയിടത്തിലെ ജോലികൾ ചെറിയൊരു ഇടവേള നൽകേണ്ടി വരും. എന്നാൽ മഴയ്ക്കൽപ്പം ശമനം ലഭിച്ചപ്പോൾ തന്നെ വീണ്ടും കൃഷിയിടത്തിലേക്ക് എത്തി. 2 ഏക്കർ ഭൂമിയെ ഘട്ടം ഘട്ടമായി ഒരു നല്ല കൃഷിയിടമാക്കി മാറ്റുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഇന്ന് അതിലെ പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് തുടക്കം കുറിക്കുന്നത്. ആദ്യ തൈകൾ മണ്ണിൽ ഇറക്കുകയാണ്. കൊക്കോ തൈകൾ, കുരുമുളക് ചെടി ഇവയാണ് ഞങ്ങൾ വെക്കാൻ ആരംഭിക്കുന്നത്. കർഷകനെ സംബന്ധിച്ചിടത്തോളം തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നത് ഭാവിയിലേക്കുള്ള ഒരു കരുതൽ ശേഖരമാണ്. അല്ലാതെ കർഷകന് മറ്റൊന്നും ചെയ്യാനില്ല. നന്നായിട്ട് ഇങ്ങനെ നട്ടതിന് ശേഷം, ഇപ്പോൾ മഴയാണ്, അതിനുശേഷം ഈ കരിയില ചപ്പെല്ലാം കൂടി ഇതിൻ്റെ എടുത്ത് കാണുന്ന ഈ ഭാഗത്ത് കാണുന്നതെല്ലാം കൂടി ചെത്തിക്കൂട്ടി വെയിലായി കഴിയുമ്പോൾ അതിൻ്റെ ചുവട്ടിലേക്ക് തണലായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വലിയ ടൈറ്റിൽ കെട്ടില്ല, ലൂസാക്കി കെട്ടുക, കൊടിക്ക് കെട്ടുന്നത്. സീമക്കൊന്നയൊക്കെ നന്നായിട്ട് തളുത്ത് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് ഈ 2 ഏക്കർ ഭൂമിയിലെ കൃഷി ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോകൾ അടുത്ത പണി ഘട്ടത്തിലെത്തുമ്പോൾ ഇടുന്നതാണ്. കാർഷിക വീഡിയോകൾക്കായി ഏദൻ ഫാം കാണുക.